ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട ദിവസം. അത് നമ്മൾ കർത്താവിൻ്റെ ദിവസം എന്ന് വിളിക്കാൻ കാരണം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. പ്രാർത്ഥന ആവശ്യം പറയാ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് അനേകം മക്കള് മുട്ടിൽ നിന്നും കൈവിരിച്ചും കൈകൂപ്പിയും കണ്ണടച്ചും ഭക്തിപൂർവ്വം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, ജില്ലകളിലെല്ലാം കർത്താവ് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ വർഷം, അനുഗ്രഹവർഷം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ തിരുമുറിവാർന്ന് വലതുകരം ഇപ്പോൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടം പോലെ വൈതാഖം പോലെ കർത്താവ് ശിഖം മുതൽ നഖം വരെ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി പ്രഭാതത്തിൽ അവർക്ക് അവകാശമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ അവർക്ക് ഓഹരിയാകേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സർവോപരി അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ അവകാശം, ഓഹരിയും. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന അധികാരത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ അടിപ്പെട്ട പോലെ വൈദാഖാമ ദൈവികമായ ശക്തി കർത്താവ് ആഴ്ന്നരം കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നല്ലോ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നുവോ അവിടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കൾ തളിക്കണമേ. മാരകമായ രോഗങ്ങൾ, ഹൃദയഭാരങ്ങൾ, കർത്താവേ, കാഴ്ചയില്ലാത്ത അവസ്ഥകൾ, കണ്ണിന് കാഴ്ച കരുവരിപ്പുള്ള അവസ്ഥകൾ, മൂക്കിന് കിടന്ന അഡിനോയിഡിൻ്റെ രോഗങ്ങളുള്ളവർ, ഭുജങ്ങൾ, കൈകൾ പൊക്കാനും താത്താനും പറ്റാത്ത വിധത്തിൽ നീര് കല്ലച്ചു പോയവർ, വിവിധങ്ങളായ ആന്തരിക അവയവങ്ങൾക്ക് ബന്ധപ്പെട്ട രോഗങ്ങൾ, പേശികൾക്കുള്ള രോഗങ്ങൾ, കോശങ്ങൾക്കുള്ള രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ എന്നും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്ത് കർത്താവ് ഞങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്നത്തെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്നത്തെ ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്നത്തെ മീറ്റിങ്ങുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോ വിഷയങ്ങളെയും വ്യക്തികളുടെ സ്ഥാപനങ്ങളുള്ള സന്ദർശനത്തെയും ഇടപാടുകളെയും ഇടപഴകലുകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തികമാകുകയും നിങ്ങളുടെ വിശ്വാസം അടയാളം കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കുവാമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷമാണ്. 17-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതിൻ്റെ കൂടെ വായിക്കുന്നത് ലൂക്ക 18:8. ഇതിൻ്റെ കൂടെ വായിക്കുന്നത് മത്തായി 26:50. ഇത്രയും വചനങ്ങളാണ് നമ്മൾ ഇന്ന് പെട്ടെന്ന് ധരിക്കേണ്ടത്. യോഹന്നാൻ 17:4. യോഹന്നാൻ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പട്ടകല്യാണത്തിൻ്റെ 39-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവബലി അർപ്പിക്കുമ്പോൾ കർത്താവ് കുറേ വെളിപാടുകൾ പ്രസംഗത്തിൽ തന്ന്. അതിൻ്റെ ഒരു ഭാഗമാണിത്. അതായത് കർത്താവ് അന്ന് പറഞ്ഞത്, നീ ഒരു ജീവിത പങ്കാളിയോടാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണല്ലോ കർത്താവ് പുരോഹിതനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കാര്യം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പൗരോഹിത്യം ഒരു ഒരു തീണ പോലെ നിൽക്കും. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ മരുഭൂമിയിൽ കർത്താവിൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ അടയാളമായി ഒരു മേഘസ്തംഭമായി നിൽക്കും. അപ്പോൾ ദൈവമാണ് അവനിലൂടെ ആ ജനത്തെ ആ കാലത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നയിക്കുന്ന കൊണ്ടാണ് ദൈവം പുതിയ വെളിപാടുകൾ നയിക്കുന്നതിന് വേണ്ടി നൽകുന്നത്. അങ്ങനെ എന്നോട് അന്ന് പറഞ്ഞത് ഇതാണ്, യോഹന്നാൻ 17:4. എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഈശോൻ്റെ ജീവിതം അത് പൂർത്തിയാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, സീ ജോസഫ്, സോ മെനി തിങ്സ് ഈസ് എഗൻസ്റ്റ് ജീസസ്, ഹോൾ സർക്കംസ്റ്റൻസ് ഈസ് എഗൻസ്റ്റ് ജീസസ്. എന്നിട്ടും ജീസസ് കർത്താവിൻ്റെ പ്രഖ്യാപനം എന്താണ്? ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നതിലാണ് ശ്രദ്ധ. അതിനിടയിലാണ് യൂദാസ് കയറി വന്നത്. യൂദാസ് കയറി വരാൻ പോകുന്ന നിമിഷങ്ങൾ കർത്താവ് ചോരപ്പുറത്ത് കാണുന്നുണ്ട്. അവൻ്റെ ചോര വിയർപ്പിൻ്റെ ആ അബ്രപാളികൾക്ക്, ആ ചുവന്ന അബ്രപാളികൾക്ക് അപ്പുറത്തേക്ക് യൂദാസിൻ്റെ കറുത്ത നിഴലുകൾ തന്നെ മുത്തി ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വരുന്നത് കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് കർത്താവ് പറയണത്, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തിയെന്ന്, അഥവാ ഞാൻ മഹത്വപ്പെടുത്താൻ പോകുന്നു. എന്താണ്? ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നു. അതിനുള്ളിൽ യൂദാസ് വന്നാലും മുത്തിക്കൊടുത്താലും ഈശോ യൂദാസുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഡയലോഗ് അവിടെ വെച്ച് നടന്നുകൊണ്ട് ഈശോ ബ്രേക്കപ്പ് ആകുകയാണ്. ബ്രേക്കപ്പ് ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂദാസ് എങ്കിലും കർത്താവിൽ നിന്ന് ബ്രേക്കപ്പ് ആകേണ്ട ഒരു സമയമാണത്. അത് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 26:50. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. അത് നോക്കി. അപ്പോഴ് ഈശോ യൂദാസ്, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തന്നെ
അവൻ പണം കൊടുത്ത് കർത്താവിൻ്റെ ജീവൻ കവരാൻ വേണ്ടിയാണ് അവൻ ഇരുട്ടിലേക്ക് പോയതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. വീണ്ടും ഇരുട്ടിലൂടെ അവൻ തിരിച്ചു വരുമ്പോഴേ കർത്താവ് ചോദിക്കണത് സ്നേഹിത എന്നാണ്, അല്ല വഞ്ചക, തെമ്മാടി എന്നല്ല വിളിക്കണത്. അതായത് ഈശോ ദൈവം ഏൽപ്പിച്ച ജോലി, നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകും, പക്ഷെ ഞാൻ ഏകനല്ല, എൻ്റെ പിതാവിനോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകുമെന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്ന വാക്ക് അതിനെല്ലാത്തിൻ്റെ ഒരു തലക്കെട്ട് പോലെ പറയണത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിയെന്നാണ്. ഇത് ഈ വചനത്തിനോട് ചാരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അന്ന് കർത്താവ് വ്യാഖ്യാനം തന്നത്. നീ ഒരു ഭർത്താവാണെങ്കിൽ നിൻ്റെ ഭാര്യ നിന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പണമുള്ളവ മാത്രം നിന്നോട് പ്രത്യേക സാഹിത്യം കൂടും. അത് ഭാര്യയുടെ കഴുത്ത് സ്വർണ്ണം ഉണ്ടെങ്കിലും അവൾക്ക് ഓഹരി ഉണ്ടെങ്കിലും ഭർത്താവിന് പ്രത്യേക സ്നേഹം. ഇതൊന്നും ഇല്ലെങ്കിൽ സ്നേഹമില്ല. കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. അത് ആകാശത്തുള്ള ക്ലൈമറ്റ് ചേഞ്ചാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം എപ്പോഴും ഈ ന്യൂനമർദ്ദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. യേശുവിൻ്റെ ജീവിതത്തിലും പത്രോസ് പറയും, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത് പറയുമ്പോൾ ഈശോ പറയും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും. ഇന്ന് കോഴിക്കോട് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും, ഇടിമുഴക്കം ഉണ്ടാവും, മിന്നൽ പിണറുണ്ടാകും, പെരുമഴ പെയ്യുമെന്നൊക്കെ പറയും കർത്താവ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോഴും കർത്താവ് എന്താ പറയണത്, ജീവിതത്തിൽ ഏത് കാലാവസ്ഥകൾ പറയുമ്പോൾ നിൻ്റെ മക്കൾ, നിൻ്റെ ജീവിത പങ്കാളി, ചിലപ്പോൾ മക്കൾ, ചിലപ്പോൾ നീ എന്തുമാത്രം പല മക്കളും അപ്പന്മാരെ കാണുന്നില്ല. എന്താ കാര്യം, വെളുപ്പിന് എഴുന്നേറ്റ് ജോലിക്ക് പോകും, അവർ കിടന്നുറങ്ങുമ്പോൾ തിരിച്ചു വരും. അപ്പൻ എന്തുമാത്രം വേർത്തോ എല്ലിടിഞ്ഞോ ഒന്നും മക്കൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നിങ്ങളുടെ വേദനയുടെ ഭാരങ്ങളാ, കഷ്ടപ്പാടിൻ്റെ ആക്കങ്ങളാ, തൂക്കങ്ങളാ അറിയത്തില്ല. അവർ ചിലപ്പോൾ അതൊന്നും അറിയാതെ നിന്നോട് പെരുമാറും. അപ്പോഴും എന്താണ് ഈശോ പറയണത്, ആരല്ല മക്കളെങ്ങനെ പെരുമാറിയാലും, ഭർത്താവ് എങ്ങനെ പെരുമാറിയാലും, ഭാര്യ എങ്ങനെ പെരുമാറിയാലും നിനക്ക് ആൾട്ടിമേറ്റ് ആന്തരിക ഉത്തരവാദിത്വം ആരോടാണ്? ദൈവത്തോട് നീ പറയണം, എന്താണ്, ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. നിന്നെപ്പോലെ എൻ്റെ സാഹചര്യവും വളരെ മോശമാണ്. എൻ്റെ വൈഫ് എന്നെ അംഗീകരിക്കണില്ല, എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കണില്ല, അവരെ കണ്ടാൽ എപ്പോഴും കിറുകിറുപ്പും വഴക്കുമൊക്കെയാണ്. ഞാനെങ്ങനെയാണ് ജീവിക്കണമെന്ന് നിനക്ക് തോന്നുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നതെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു. കർത്താവിന് ആ ചോദ്യം ഈശോയ്ക്ക് ചോദിക്കാമായിരുന്നു. കുരിശെടുക്കാനും മുൾക്കിടം ചൂടാനും തിരുവിഴ കിഴുത്തം മേടിക്കാനും ആൾക്കാരുടെ ആട്ടും തുപ്പും മേടിക്കാൻ വേണ്ടി എന്തിനാണ് ജീവിതം എനിക്ക് തന്നതെന്ന് ആദ്യം ചോദിക്കേണ്ടിയിരുന്ന കർത്താവാണ്. പിന്നെ ചോദിക്കേണ്ടിയിരുന്ന പരിശുദ്ധ അമ്മയാണ്. ഈ ആൾക്കാരെല്ലാം ഹൃദയത്തിൽ സഹനദാസനെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ്, അങ്ങയെ മഹത്വപ്പെടുത്തി. ഈ ഭൂമി എന്തിനുള്ളതാണെന്ന് ഈശോ പറഞ്ഞു. അതെന്താണ്, ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്, ദൈവം തന്ന ജോലി ഏത് സാഹചര്യത്തിലും പൂർത്തിയാക്കും. നീ ഒരു വിദ്യാർത്ഥിയാണ്, നിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണ്, ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. നീ ഒരു ഭാര്യയാണ്, നിനക്ക് സ്നേഹം കിട്ടണില്ല, നിനക്ക് മക്കൾ പോലും നിന്നെ അംഗീകരിക്കണില്ല, നീ പനിയായിട്ട് നീ ആരോഗ്യത്തോടെ നിന്നാൽ 100,000 ഡിമാൻഡുമായിട്ട് മക്കൾ വരും. നീ കിടന്നു പോയാൽ നീ എന്തായാലും കിടക്കണമെന്ന് പോലും മക്കൾ ചോദിക്കത്തില്ല. അപ്പോഴും നീ പറയണം, അപ്പാ എന്നെ ഏൽപ്പിച്ചു, മക്കൾ എന്നെ കിടന്നപ്പോഴാണ് മക്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. മക്കൾ ആര് തന്നെ ആയാലും ശരി. ചില അമ്മമാർ ചോദിക്കും, നീ എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞതാണോടാ എന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാം എന്ന് അവർ പറയും. നിങ്ങൾ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ അമ്മയെന്ന്. ഇങ്ങനെയൊക്കെ തോന്നിവാസം പറയുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു വിശ്വാസിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരു മുൾക്കിടത്തിനോ തിരുവിഴ മുറിവിനോ അതുപോലെ തന്നെ ഒരു കുരിശിനോ യേശുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ യേശു വിശ്വസിക്കുന്ന നിന്നെയും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം, നമ്മളൊക്കെ ജീവിക്കണത് യേശുവിൻ്റെ ഒരു വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി, അവൻ ദൈവനാമത്തെ, യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എന്താണ്, നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങനെ ഇപ്പം ജോലി ഞാൻ പൂർത്തിയാക്കി. അപ്പോൾ വൈഫിൽ നിന്ന് എന്ത് കിട്ടിയാലും നിൻ്റെ ജോലി പൂർത്തിയാക്കാൻ, ഭർത്താവിന്ന ജോലി നീ പൂർത്തിയാക്കണം ദൈവനാമത്തിൽ. ഭർത്താവിൽ നിന്ന് എന്ത് തിന്മ കിട്ടിയാലും ജീവിത പങ്കാളി എന്ന രീതിയിലേക്ക് നിൻ്റെ ഒരു ദൗത്യമുണ്ട്. അത് ദൈവത്തിന് നേപ്പം ജോലിയാണ്, ദൈവ വഴിയാണ് നിൻ്റെ. അത് നീ പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.